നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെയൊക്കെ ലോകത്തെ തലകീഴായി മറിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ്. കേൾക്കുമ്പോൾ ഇതൊരു പഴയ ചരിത്രകഥ പോലെ തോന്നാം, പക്ഷെ അങ്ങനെയല്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, അതിൻ്റെയൊക്കെ അടിത്തറയിട്ട ഒരു വമ്പൻ പൊട്ടിത്തെറിയുടെ കഥയാണിത്. ശരി, അപ്പോ നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. മനുഷ്യാവകാശങ്ങൾ, സമ്പൂർണ്ണ യുദ്ധം, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെട്രിക് സിസ്റ്റം, ഒട്ടും ചേരാപ്പ ഈ മൂന്ന് കാര്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്തായിരിക്കും? ഇതിനെല്ലാം ഒരൊറ്റ ഉറവിടമാണുള്ളത്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണെന്നാ? ഇതിന്റെ ഉത്തരം ചിലപ്പോൾ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. അതെ, ഫ്രഞ്ച് വിപ്ലവം തന്നെ. ഈയൊരൊറ്റ സംഭവം ഇന്നത്തെ ലോകചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിക്കുറിച്ചൊന്നാണ്. അതിന്റെ അലയൊലികൾ അതിന്നും നമുക്ക് ചുറ്റുമുണ്ട്, നമ്മൾ അറിയുന്നില്ലെങ്കിലും. അപ്പോ എങ്ങനെയാണ് ഇത്രയും വലിയൊരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്? അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് ആദ്യം വിപ്ലവത്തിന് തൊട്ടുമുമ്പുള്ള ഫ്രാൻസിലേക്കൊന്ന് പോയി നോക്കാം. അവിടെ കാര്യങ്ങൾ അത്ര പന്തിയല്ലായിരുന്നു. അപ്പോൾ അന്നത്തെ ഫ്രഞ്ച് സമൂഹം എന്ന് പറഞ്ഞാൽ അത് 3 തട്ടുകളായിട്ട് തിരിച്ചിരുന്നു. പഴയ ഭരണം അഥവാ അൻസിയൻ റെജീം എന്നൊക്കെയാണ് അതിനെ പറഞ്ഞിരുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, 1ാം എസ്റ്റേറ്റ് പുരോഹിതന്മാർ വെറും 1%, 2ാം എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ ഏകദേശം 2%, പിന്നെ 3ാമത്തെ എസ്റ്റേറ്റ് ബാക്കിയുള്ള എല്ലാവരും, അതായത് 97% ജനങ്ങൾ. ഈ കണക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. ഇനി ആ അനീതിയുടെ ആഴം എത്രയുണ്ടെന്ന് നോക്കാം. ഈ 1ഉം 2ഉം എസ്റ്റേറ്റുകാർ, അതായത് ആ 3% വരുന്നവർ, രാജ്യത്തെ ഏകദേശം 40% ഭൂമിയും കൈവശം വച്ചിരുന്നു. അവർക്ക് നികുതി കൊടുക്കേണ്ട കാര്യമേയില്ല. എല്ലാ ഉയർന്ന ജോലികളും അവർക്ക് തന്നെ. ഇനി 3ാം എസ്റ്റേറ്റിന്റെ കാര്യം നോക്കിയാലോ? രാജ്യത്തെ മുഴുവൻ നികുതിഭാരവും അവരുടെ തലയിലാണ്. പള്ളിക്ക് പണം കൊടുക്കണം, ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് വേറെ കൊടുക്കണം. ഇതിനൊന്നും പുറമേ രാജ്യഭരണത്തിൽ ഒരു വാക്ക് പറയാൻ പോലും അവർക്ക് അധികാരമുണ്ടായിരുന്നില്ല. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഈ സാമൂഹിക അനീതി മാത്രം പോരാഞ്ഞിട്ട് വേറെയും കുറേ പ്രശ്നങ്ങൾ ഒന്നിച്ചു വന്നു. ശരിക്കും ഒരു ദുരന്തത്തിനുള്ള എല്ലാ ചേരുവകളും ഒത്തുചേർന്നുവെന്ന് പറയാം. ഒന്നാമത്, രാജ്യം വലിയ കടക്കണിയിലായിരുന്നു. അമേരിക്കൻ വിപ്ലവത്തിൽ അവരെ സഹായിക്കാൻ പോയി ഖജനാവ് കാലിയായി. പിന്നെ വർഷങ്ങളായി വിളവെടുപ്പ് മോശമായതുകൊണ്ട് ഭക്ഷണത്തിന് കടുത്ത ക്ഷാമം. റൊട്ടിയുടെ വിലയാണെങ്കിലോ ആകാശം മുട്ടെ ഉയർന്നു. ഇതിനെ ഒന്നും കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്ത ഒരു രാജാവ്, ലൂയി 16. ഇതിൻ്റെ ഒക്കെ കൂടെ ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള പുതിയ ആശയങ്ങൾ ആളുകൾക്കിടയിൽ പടർന്നു പിടിക്കാൻ തുടങ്ങി. എല്ലാം കൂടി ഒരു പ്രഷർ കുക്കർ പോലെയായി, പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അങ്ങനെ ആ സമ്മർദ്ദം അതിന്റെ പാരമ്യത്തിലെത്തി. ആ പ്രഷർ കുക്കർ ഒടുവിൽ പൊട്ടിത്തെറിച്ചു. അതോടെ പഴയതെല്ലാം തകർന്നു വീഴാൻ തുടങ്ങി. രാജകീയ അധികാരത്തിന്റെ പ്രതീകങ്ങൾ ഒന്നൊന്നായി വീഴുന്നു. പുതിയ ആശയങ്ങൾ ഉയർന്നുവരുന്നു. നമുക്ക് ആ നിർണായക നിമിഷങ്ങളിലേക്ക് പോകാം. 1789 എന്ന വർഷം ഒരു സ്ഫോടനം തന്നെയായിരുന്നു. കാര്യങ്ങൾ മിന്നൽ വേഗത്തിലാണ് മാറിയത്. നോക്കൂ, മെയ് മാസത്തിൽ 175 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി എസ്റ്റേറ്റ്സ് ജനറൽ എന്ന സഭ വിളിച്ചുകൂട്ടി. പക്ഷേ ജൂൺ ആയപ്പോഴേക്കും 3ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങളുടെ കളി നടക്കില്ല, ഞങ്ങൾ തന്നെയാണ് ഈ രാജ്യത്തെ യഥാർത്ഥ പ്രതിനിധികൾ. അവർ സ്വയം ദേശീയ അസംബ്ലിയായി പ്രഖ്യാപിച്ചു. അടുത്ത മാസം ജൂലൈ 14 ജനങ്ങൾ തെരുവിലിറങ്ങി സ്വേച്ഛാധിപത്യത്തിന്റെ ചിഹ്നമായ ബാസ്റ്റീൽ ജയിൽ ആക്രമിച്ച് തകർത്തു. ഓഗസ്റ്റ് ആയപ്പോഴേക്കും ലോകപ്രശസ്തമായ മനുഷ്യാവകാശ പ്രഖ്യാപനം വന്നു. വെറും ഏതാനും മാസങ്ങൾ, അതുകൊണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു വ്യവസ്ഥിതിയാണ് നിലംപൊത്തിയത്. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. മനുഷ്യർ സ്വതന്ത്രരായും തുല്യ അവകാശങ്ങളോടും കൂടിയാണ് ജനിക്കുന്നതും ജീവിക്കുന്നതും. ഇത് വെറുമൊരു വാചകമായിരുന്നില്ല, ഇതൊരു ബോംബായിരുന്നു. ഇന്നത്തെ നമ്മുടെ മനുഷ്യാവകാശ സങ്കല്പങ്ങളുടെയെല്ലാം അടിത്തറ ഈ വാക്കുകളിലാണ്. രാജാവിന്റെ അധികാരം ദൈവത്തിൽ നിന്നല്ല, ജനങ്ങളിൽ നിന്നാണ് വരുന്നത് എന്ന ആ വിപ്ലവകരമായ ആശയം, അത് ലോകത്തോട് ഉറക്കെ പറഞ്ഞത് ഈ പ്രഖ്യാപനമാണ്. വിപ്ലവത്തിൽ സ്ത്രീകളുടെ പങ്ക് എത്രത്തോളം നിർണായകമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വെർസായിലേക്കുള്ള ഈ മാർച്ച്. റൊട്ടിക്ക് വില കൂടിയതിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് സ്ത്രീകളാണ് പാരീസിൽ ഒത്തുകൂടിയത്. അവർ വെറുതെ പ്രതിഷേധിക്കുകയല്ല ചെയ്തത്. അവരേകദേശം 12 മൈൽ ദൂരം കാൽനടയായി രാജകൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു. കൊട്ടാരത്തിലേക്ക് ഇരച്ചുകയറി രാജാവിനെയും രാജ്ഞിയെയും അവരുടെ മക്കളെയും അക്ഷരാർത്ഥത്തിൽ പിടിച്ച് പാരീസിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളുടെ ദുരിതം കാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും ആവേശമൊന്നും അധികകാലം നീണ്ടുനിന്നില്ല. വിപ്ലവം അതിന്റെ ഏറ്റവും ഇരുണ്ട, ഏറ്റവും രക്തരൂക്ഷിതമായ ഒരു ഘട്ടത്തിലേക്ക് പതിയെ വഴുതു വീണു. സദ്ഗുണത്തിനു വേണ്ടിയുള്ള ഭീകരതയുടെയും ഗില്ലറ്റിനുകളുടെയും കാലം. ഈ ഘട്ടത്തിലെ പ്രധാനി മാക്സിമിലിയൻ റോബസ്പിയർ എന്ന നേതാവായിരുന്നു. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു: സദ്ഗുണത്തിന്റെ റിപ്പബ്ലിക് സ്ഥാപിക്കുക. എന്താണിതുകൊണ്ട് ഉദ്ദേശിച്ചത്?
ഫ്രാൻസിലെ എല്ലാ അഴിമതിയും പഴയ ചിന്താഗതികളും തുടച്ചുനീക്കി തികച്ചും ശുദ്ധമായ യുക്തിയും രാജ്യസ്നേഹവും മാത്രമുള്ള ഒരു പുതിയ സമൂഹം. കേൾക്കാൻ വളരെ നല്ലൊരാശയമായി തോന്നാം, അല്ലേ? പക്ഷേ ഈ ശുദ്ധീകരണം നടത്താൻ അവർ കണ്ടെത്തിയ മാർഗം വളരെ ഭീകരമായിരുന്നു. ആ ഭീകരതയെ ന്യായീകരിക്കാൻ റോബസ്പിയർ പറഞ്ഞത് എന്താണെന്ന് നോക്കൂ. ഭീകരത മറ്റൊന്നുമല്ല, അത് നീതിയാണ്. വേഗതയേറിയതും കഠിനവും വഴങ്ങാത്തതും. അതായത് തന്റെ ആ സദ്ഗുണ റിപ്പബ്ലിക് സ്ഥാപിക്കാൻ വേണ്ടി ആരെയും കൊല്ലുന്നത് നീതിയാണെന്ന്. വിപ്ലവത്തെ രക്ഷിക്കാൻ ഈ അക്രമം കൂടിയേ തീരൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അങ്ങനെ അവർ നടപ്പാക്കിയ ആ നീതിയുടെ ഫലമാണ് ഈ കാണുന്ന സംഖ്യ. 17,000-ത്തിലധികം ആളുകൾ 1793-നും 94-നും ഇടയിലുള്ള ആ ഒരൊറ്റ വർഷത്തിനുള്ളിൽ ഗില്ലറ്റിൻ ഉപയോഗിച്ച് ഔദ്യോഗികമായി വധിക്കപ്പെട്ടവരുടെ എണ്ണമാണിത്. ഇതിൽ ലൂയി 16 രാജാവും ഭാര്യ മേരി ആൻഡ്രോണറ്റും മുതൽ ആയിരക്കണക്കിന് സാധാരണ പൗരന്മാർ വരെ ഉണ്ടായിരുന്നു. വിപ്ലവത്തിന്റെ ശത്രുവാണെന്ന് ഒരു ചെറിയ സംശയം തോന്നിയാൽ മതി, അടുത്തത് ഗില്ലറ്റിനാണ്. എന്നാൽ ഈ സമത്വ വിപ്ലവത്തിൽ ഒരു വലിയ കാപട്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അത് സ്ത്രീകളോടുള്ള സമീപനമായിരുന്നു. ആ കാപട്യത്തെ നേർക്കുനേർ ചോദ്യം ചെയ്ത ഒരു ധീരവനിതയായിരുന്നു ഒളിമ്പസ് ഡി ഗോഷ്. അവർ പറഞ്ഞു, സ്ത്രീക്ക് കഴുമരത്തിൽ കയറാൻ അവകാശമുണ്ടെങ്കിൽ അവൾക്ക് പ്രസംഗപീഠത്തിൽ കയറാനും അവകാശമുണ്ടായിരിക്കണം. അതായത്, ഞങ്ങളെ കൊല്ലാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സംസാരിക്കാനും ഭരിക്കാനും അവകാശമില്ലേ എന്നായിരുന്നു അവരുടെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള മറുപടി എന്തായിരുന്നെന്നറിയാമോ? അവരെയും അവർ ഗില്ലറ്റിൻ ചെയ്തു. അതുമാത്രമല്ല, റോബസ്പിയറിന്റെ അനുയായികളായ ജാക്കോബിനുകൾ ഫ്രാൻസിലെ എല്ലാ സ്ത്രീകളുടെ രാഷ്ട്രീയ ക്ലബ്ബുകളും നിരോധിച്ചു. അവർക്ക് പൗരന്റെ അവകാശങ്ങൾ പോലും നിഷേധിച്ചു. ചുരുക്കി പറഞ്ഞാൽ, വിപ്ലവത്തിന്റെ ആ തീവ്രഘട്ടം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടിയായി മാറി. അങ്ങനെ ഭീകരവാഴ്ചയും കഴിഞ്ഞു. റോബസ്പിയറിന്റെയും തല ഗില്ലറ്റിനിൽ പോയി. പക്ഷെ ഫ്രാൻസ് ആകെ കുഴപ്പത്തിലായി. അരാജകത്വവും അഴിമതിയും. ആളുകളാകെ മടുത്തു. കൃത്യമായ ഒരു ഭരണമില്ലാത്ത അവസ്ഥയിൽ ഒരു അധികാരശൂന്യത രൂപപ്പെട്ടു. ആ ശൂന്യത നികത്താനായി ഒരാൾ രംഗപ്രവേശം ചെയ്തു. ഒരു പട്ടാള ജനറൽ. അതെ, ജനറൽ നെപ്പോളിയൻ ബോണപ്പാർട്ട്. 1799-ൽ വർഷങ്ങളായി തുടർന്നുവന്ന അഴിമതി നിറഞ്ഞ സർക്കാരിനെ ഒരു സൈനിക അട്ടിമറയിലൂടെ അദ്ദേഹം താഴെയിറക്കി അധികാരം പിടിച്ചെടുത്തു. അതോടെ ഫ്രഞ്ച് വിപ്ലവം എന്ന പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിന് അവസാനമായി നെപ്പോളിയന്റെ യുഗം ആരംഭിച്ചു. നെപ്പോളിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിലൊന്നാണ് അദ്ദേഹത്തിന്റെ നിയമസംഹിത, നെപ്പോളിയോണിക് കോഡ്. ഇതിന് 2 മുഖങ്ങളുണ്ട്. ഒരു വശത്ത് വിപ്ലവത്തിന്റെ പല നല്ല ആശയങ്ങളും അത് നിയമമാക്കി. ഉദാഹരണത്തിന്, നിയമത്തിനു മുന്നിൽ എല്ലാ പുരുഷന്മാരും തുല്യരാണ്, സ്വകാര്യ സ്വത്തിന് സംരക്ഷണം, മതവും ഭരണവും തമ്മിൽ വേർതിരിക്കണം. ഇതൊക്കെ നല്ല കാര്യങ്ങൾ. പക്ഷേ മറുവശത്ത് സ്ത്രീകൾക്ക് ഇതൊരു ദുരന്തമായിരുന്നു. വിപ്ലവ സമയത്തവർ നേടിയെടുത്ത പല അവകാശങ്ങളും ഈ നിയമസംഹിത ഒറ്റയടിക്കില്ലാതാക്കി സ്ത്രീകളെ പൂർണ്ണമായും ഭർത്താക്കന്മാരുടെ കീഴിലാക്കി. അപ്പോൾ ഇത്രയും രക്തച്ചൊരിച്ചിലും കുഴപ്പങ്ങളും നിറഞ്ഞ ഫ്രാൻസിലെ ആ 10 വർഷം, അതെന്തിനാണ് നമ്മൾ ഇന്നും ഇത്ര പ്രാധാന്യത്തോടെ ഓർക്കുന്നത്? കാരണം അത് ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് അഥവാ രൂപരേഖ തയ്യാറാക്കി. അതെങ്ങനെയാണെന്ന് നോക്കാം. ആധുനിക ലോകത്തിന്റെ പല അടിസ്ഥാന ആശയങ്ങളും ഈ വിപ്ലവത്തിൽ നിന്നാണ് വന്നത്. വ്യക്തികളുടെ അവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ലിബറലിസം, നമ്മളെല്ലാം ഒരൊറ്റ രാജ്യത്തെ ജനങ്ങളാണെന്ന ദേശീയതാബോധം, മതവും ഭരണകൂടവും രണ്ടായിരിക്കണം എന്ന മതേതരത്വം, ഇതെല്ലാം വിപ്ലവത്തിന്റെ സംഭാവനകളാണ്. പിന്നെ നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഓർക്കുന്നുണ്ടോ? ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വിഭവങ്ങളെയും യുദ്ധത്തിനായി ഉപയോഗിക്കുന്ന സമ്പൂർണ്ണ യുദ്ധം എന്ന ആശയം തുടങ്ങിയത് ഇവിടെയാണ്. അതുപോലെ മെട്രിക് സിസ്റ്റവും. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾക്കും ഹെയ്റ്റിയൻ വിപ്ലവം പോലുള്ളവയ്ക്ക് വലിയ പ്രചോദനമായതും ഈ വിപ്ലവം തന്നെ. എല്ലാത്തിനുപരിയായി വിപ്ലവത്തിന്റെ ആ മുദ്രാവാക്യം അത് ലോകം മുഴുവൻ ഏറ്റെടുത്തു. ലിബോർട്ടേ, എഗാലിറ്റേ, ഫ്രറ്റേണിറ്റേ. അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ 3 വാക്കുകൾ പിന്നീട് ലോകമെമ്പാടുമുള്ള ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ എല്ലാം അടിസ്ഥാനശിലയായി മാറി. ഇന്നും ആ ആശയങ്ങൾ നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അവസാനം എത്തിനിൽക്കുന്നത് ഒരു സങ്കീർണമായ ചോദ്യത്തിലാണ്. ഫ്രഞ്ച് വിപ്ലവം നമുക്ക് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം പോലുള്ള മഹത്തായ ആശയങ്ങൾ നൽകി, സമ്മതിച്ചു. പക്ഷേ അതേ വിപ്ലവം തന്നെയാണ് ആ ലക്ഷ്യങ്ങൾ നേടാനായി ഭരണകൂടത്തിന്റെ പിന്തുണയോടെയുള്ള ഭീകരതയും നമുക്ക് കാട്ടിത്തന്നത്. അപ്പോൾ ശരിക്കുള്ള ചോദ്യം ഇതാണ്: ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കാൻ വേണ്ടി എന്തു വിലയാണ് കൊടുക്കേണ്ടത്? അതിന്റെ ശരിയായ വില എത്രയാണ്? ഈയൊരു ചോദ്യത്തിന് എളുപ്പത്തിലൊരു ഉത്തരമില്ല. ആ ചിന്ത നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം.